Good morning all. So my topic is midday meal scheme ആണ് എൻ്റെ ടോപ്പിക്ക്. സോ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ദ പ്രോഗ്രാം ഇസ് അതർവൈസ് നോൺ ആസ് സ്കൂൾ ലഞ്ച് പ്രോഗ്രാം. സ്കൂൾ ലഞ്ച് പ്രോഗ്രാം എന്ന പേരിലും മിഡ് ഡേ മീൽ സ്കീം അറിയപ്പെടുന്നുണ്ട്. ദെൻ ദ സ്കൂൾ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇസ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ സിൻസ് 1961 തൊട്ടിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ഇന്ത്യയിൽ. ദെൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാം. ഒരു നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയതെന്നാണ് പറയുന്നത്. ദെൻ അതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ദ മിഡ് ഡേ മീൽ സ്കീം ദിസ് ഈസ് സ്കൂൾ മീൽ പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ designed to improve the nutritional status of school age children nationwide. ദേശീയമായിട്ട് കുട്ടികളുടെ ന്യൂട്രീഷൻ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ദാറ്റ് ഈസ് മിഡ് ഡേ മീൽ സ്കീം. ദെൻ അതിനൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1925 മദ്രാസ് കോർപ്പറേഷൻ ബൈ ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനാണ്. ദെൻ പിന്നീട് അത് യൂണിയൻ ടെറിട്ടറിയായ പുതുച്ചേരിയിൽ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷൻ 1913 ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ദെൻ ദ പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ തമിഴ്നാട്. പിന്നെ അത് തമിഴ്നാടുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു 1960s അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ കാമരാജ് നടാറിൻ്റെ ലീഡർഷിപ്പിൽ തമിഴ്നാട്ടിലിത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആൻഡ് അത് 1982 കേട്ടോ. ദെൻ ഇറ്റ് ഡിസൈഡഡ് ടു യൂണിവേഴ്സലൈസ് ദ പ്രോഗ്രാം ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ദെൻ അണ്ടർ ദ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ MG രാമചന്ദ്രൻ. ദെൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണിത്. സോ തമിഴ്നാടു മിഡ് ഡേ മീൽ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ബിക്കം വെരി പോപ്പുലർ, ഭയങ്കര സക്സസ്ഫുള്ളായി. പിന്നീട് അതിനുശേഷമാണ് നമ്മൾ കേരള അത് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് കുക്കർ മീൽ പ്രോഗ്രാം സിൻസ് 1995 തുടങ്ങിയത്. ആൻഡ് സോ ഡിഡ് മധ്യപ്രദേശ് ആൻഡ് ഒറീസയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഓൺ November 28, 2001 the Supreme Court of India gave a landmark directions which made it obligatory for government to provide cooked meals to all children in all government and government aided school. പിന്നെ the midday meal scheme become very almost universal by 2005 കൂടിയിട്ട് ഭയങ്കര സക്സസ്ഫുള്ളായി അത് യൂണിവേഴ്സലാവും ചെയ്തു എന്നാണ് പറയുന്നത്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഓഫ് ചിൽഡ്രൻ ഇൻ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾസ്. അപ്പോൾ അപ്പർ പ്രൈമറി സ്കൂളുകളിൽ കുട്ടികളുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ടു ഇൻക്രീസ് സ്കൂൾ എൻറോൾമെൻറ്റ് ബൈ അട്രാക്റ്റിംഗ് മോർ ചിൽഡ്രൻ എസ്പെഷ്യലി ഫ്രം ദ ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസ്. ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുക, അവരുടെ എൻറോൾമെൻറ്റും അവരെ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് തുടങ്ങിയത്. ദെൻ ടു എൻഹാൻസ് അറ്റൻഡൻസ് ആൻഡ് റിറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ. അവരുടെ അറ്റൻഡൻസും അതുപോലെ തന്നെ അവരുടെ കൊഴിഞ്ഞുപോക്കും തടയാം. കൊഴിഞ്ഞുപോക്ക് പറയുമ്പോൾ അവർ ഒരു ടൈം എത്തുമ്പോൾ വേണ്ടാന്ന് പഠിത്തം നിർത്തണം എന്നുള്ള രീതിക്ക് വേണ്ടി തുടങ്ങിയതാണിത്. ദെൻ ടു എൻകറേജ് സോഷ്യൽ ഇക്വാലിറ്റി ബൈ അലൗവിങ് ചിൽഡ്രൻ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ടു ഈറ്റ് ടുഗെദർ. സോ സോഷ്യൽ ഇക്വാലിറ്റി ഉറപ്പുവരുത്താനാണ് അത് പറയുന്നത്. എന്താണ്, ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ചിൽഡ്രൻ കം ടുഗെദർ ആൻഡ് ദേ ഈറ്റ് ഫുഡ് ടുഗെദർ. അപ്പോൾ അതിലൂടെ സോഷ്യൽ ഇക്വാലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ദെൻ ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഹൈജീൻ അമംഗ് ദി ചിൽഡ്രൻ. ഒരു ഹെൽത്തി ഹാബിറ്റും ഒരു ഹൈജീനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ദെൻ അതിൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ
admission in school will be enhanced. സ്കൂളിൽ അഡ്മിഷൻ എൻഹാൻസ് ചെയ്തു. ദെൻ ചിൽഡ്രൻ അറ്റൻഡ് സ്കൂൾ റെഗുലർലി, കുട്ടികൾ റെഗുലറായി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഫെസിലിറ്റേറ്റ് ഹെൽത്തി ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ദെൻ ഓപ്പർച്യൂണിറ്റി ടു ഇമ്പാക്റ്റ് വേരിയസ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ, ദാറ്റ് ഈസ് ഹാൻഡ് വാഷിംഗ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുക, ഫുഡ് കഴിച്ചതിൻ്റെ കൈ, അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പ്രോഗ്രാമോട് കൂടി സാധിച്ചു. ദെൻ ഫോസ്റ്റർ സ്കൂൾ ഇക്വാലിറ്റി ഇമ്പ്രൂവ് ഫോസ്റ്റർ ചെയ്യാൻ പറ്റി. ദെൻ ഹെൽപ്സ് ടു എൻഹാൻസ് ജെൻഡർ ഇക്വാലിറ്റി, ദാറ്റ് ഈസ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിവിഷൻ ഇല്ലാതെ എല്ലാവരും കൂടി ഓൾ കം ടുഗെദർ ആൻഡ് ഈറ്റ് ടുഗെദർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി. അപ്പോൾ സോ ജെൻഡർ ഇക്വാലിറ്റിയും സോഷ്യൽ ഇക്വാലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ദെൻ ഫെസിലിറ്റേറ്റ് കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ത്രൂ ന്യൂട്രീഷണൽ ഫുഡ് പ്രകാരം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓൺ എഡ്യൂക്കേഷനാണ്. ഫസ്റ്റത്തെ ആർട്ടിക്കിൾ 21A എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിലോ 6 years. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് കെയറും എഡ്യൂക്കേഷനും കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് ആർട്ടിക്കിൾ 45. ദെൻ ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് പ്രൊമോട്ട്സ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓൺ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഐ മീൻ SC, ST, അതർ വീക്കർ സെക്ഷൻസിന് അവരുടെ എഡ്യൂക്കേഷനും അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റും ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 31 grants minorities the right to establish the right to establish and administer education they choose. അത് അവരെവിടെയാണ് ചൂസ് ചെയ്തത് അവിടെ അവർക്ക് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29(2) എന്ന് പറയുന്നത്. 31 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 29(2) എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ അഡ്മിഷൻ ടു educational institutions maintained or aided by the state. Then Article 350A, Article 350A പറയുന്നത് directs the state to provide mother tongue instructions at the primary stage for children belonging to ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് മദർ ടങ് ഇൻസ്ട്രക്ഷൻസ് ഉറപ്പുവരുത്തുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 350A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 51AK എന്ന് പറഞ്ഞാൽ മേക്സ് ഇറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് പാരൻസിനും ഗാർഡിയൻസിനും കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, അവിടെ ഇതൊക്കെ ഉറപ്പ് വരുത്തണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. അത് കുട്ടികളുടെ വെൽഫെയറും അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പാരൻസ് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ദെൻ ആർട്ടിക്കിൾ 28 എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ്. ദെൻ ആർട്ടിക്കിൾ 91G എന്ന് പറയുന്നത് grants the right to practice any profession including running education institutions. റണ്ണിങ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുപോകാൻ പറ്റും, ഐ മീൻ ഒരു സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 91G. ദെൻ ആർട്ടിക്കിൾ 41 directs the state to make provisions for education and public assistance in case of unemployment, old age, sickness and disablement. Then article 337 പറയുന്നത് provides special provisions for education grants to Anglo-Indian community for specific period. ഒരു സ്പെസിഫിക് പീരീഡിൽ ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉറപ്പ് വരുത്തണം, പ്രൊവൈഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ എഡ്യൂക്കേഷണൽ
ആർക്ക്? ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. അതാണ് ആർട്ടിക്കിൾ 337 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 350B പറയുന്നത് പ്രൊവൈഡ്സ് ഫോർ എ സ്പെസിഫിക് ഓഫീസർ. സോ ഇതിൽ പറയുന്നത് മൈനോറിറ്റിക്കാരുടെ പ്രശ്നങ്ങളും അവരെ പറ്റി പഠിക്കാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അവർക്കൊരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 350B എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. ദെൻ MCQ ആണ്. MCQ ജസ്റ്റ് വായിച്ചു പോകാം. The midday meal scheme was launched in 1995. Then the main objective പറയുമ്പോൾ improve nutrition and increase school attendance. Then third question, the Right to Education Act വരുന്നത് 2009 Then the midday meal scheme covers students, governments and aided school. Then fifth question, that is which article of Indian Constitution provides the free and compulsory education? The article 21A ആണ് കേട്ടോ. Then understand the midday meal scheme. Which ministry is responsible? Which ministry responsible ആണ് ചോദിച്ചിട്ടുള്ളത്. Then Ministry of answer വരുന്നത് Ministry of Human Resource Development ആണ്. Now it's Ministry of Education എന്നാണ് അറിയപ്പെടുന്നത്. Then seventh question, the National Food Security Act 2013 includes provisions related to school feeding, that is midday meal scheme ആണ്. Then eighth question, the midday meal scheme was inspired by തമിഴ്നാട് ആണല്ലോ തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങിയ തമിഴ്നാട്, പിന്നീടാണ് കേരള, മധ്യപ്രദേശ്, ഒറീസ എക്സെട്ര തുടങ്ങിയത്. Then ninth question, which constitutional directive principles relates to providing free education for children below 40 years താഴെയുള്ളവർക്ക് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 45 ആണ്. Then in the context of legal provisions, the 86th Constitutional Amendment 2002 made education എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആക്കി. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓൺലി. ഇതിൽ ഫണ്ടമെൻ്റൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21A. ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കുകയാണ് ചെയ്തത് 86th അമെൻമെൻറ്റ് പ്രകാരം. സോ ഇതാണ് MCQ. So thank you all.